വാക്ക് അത് പാലിക്കാനുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിയുക്ത മുഖ്യമന്ത്രി എന്നായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന VDS. കണ്ണേ കേരളെ VS ശേഷം കേരളത്തിൽ ഉയർന്നു കേട്ട നെഞ്ചിൽ നിന്ന് സാധാരണക്കാരായ ജനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകരല്ലെന്നേ, സാധാരണക്കാരായ പ്രവർത്തകർ ഉറക്കം വിളിച്ച പേരാണ് കണ്ണേ കേരളെ VDS ഞങ്ങളെ നയിക്കാൻ എത്തുകയെന്ന്. ഇതാ അദ്ദേഹം എത്തിയിരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇതാ അദ്ദേഹത്തിന്റെ വാക്കുകൾ പാലിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആശാ വർക്കർമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നു. താൽക്കാലിക ആശ്വാസമായി 3000 രൂപ പ്രതിമാസ വേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് 1000 അല്ല, 500 അല്ല, 2000 അല്ല, 2500 അല്ല, 3000. അതിന്റെ മറ്റു കാര്യങ്ങൾ പഠിച്ചിട്ട് ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും എന്നൊരു വാക്കുകൂടി നൽകുന്നു. അതിനപ്പുറത്തേക്ക് മഹിളാ മോർച്ചക്കാർക്ക് സന്തോഷിക്കാം, നിങ്ങൾ സമരം ചെയ്യേണ്ടതില്ല. ജൂൺ 15, അതായത് കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ വലതുപക്ഷം നൽകിയ വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ വീണ്ടും പോയി സമരം ചെയ്ത് പ്ലിങ്ങിയൊട്ടിയ മഹിളാ മോർച്ചക്കാരും ഇതൊക്കെ കാണാം എന്ന് പറഞ്ഞ ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ആശ്വസിക്കുക. ആ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂൺ 15 മുതൽ കേരളത്തിൽ വനിതകൾക്ക് KSRTC വാഹനങ്ങളിൽ സൗജന്യ യാത്ര ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി അധികാരമേറ്റ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് ഇന്ദിരാഗാന്ധിയിൽ മറ്റൊരു വാക്കായിരുന്ന വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ, വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഇതാ 16ാം നിയമസഭയിൽ VD സതീശൻ പ്രഖ്യാപിക്കുന്നുണ്ട്. രാഹുലെ, എന്താണ് തോന്നുന്നത്? VD സതീശൻ മലയാളികളുടെ പ്രതീക്ഷ കാക്കുമോ എന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ക്യാബിനറ്റ് കൂടിയിട്ട് വലിയ പദ്ധതി, അതായത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ആശാ വർക്കർമാരുടെ സ്റ്റേജിൽ പോയിരുന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള വാക്ക് അത് പാലിച്ചില്ലെങ്കിൽ ആ വാക്കിനൊരു വിശ്വാസ വഞ്ചനയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ക്യാബിനറ്റ് കൂടിയിട്ട് ഒരു 3000 രൂപ ആശ്വാസമായിട്ട് ആ പറഞ്ഞ വാക്കിന് ഒരു ഉത്തരം എന്ന നിലയിൽ ആദ്യമായിട്ട് കൊടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹം പരിഷ്കൃത സമൂഹമാണോ അല്ലയോ എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, ആ നാട്ടിലെ ജനത എങ്ങനെയാണ്, അവിടുത്തെ വയോധികർ എങ്ങനെയാണ്, അത് വലിയൊരു തീരുമാനമാണ്. ഇപ്പോൾ UDFന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളം, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വയോധികർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു വകുപ്പ് ഉണ്ടാക്കുന്നതും അത് പഠിക്കുന്നതും അവർക്ക് എന്താണ് വേണ്ടത്. വനിതാ ശിശുക്ഷേമ വകുപ്പുണ്ട്, യുവജന കമ്മീഷൻ ഉണ്ട്, യുവജനങ്ങൾക്ക് വേണ്ടി വകുപ്പുണ്ട്. OJ ജിനീഷാണ് അതിന്റെ മന്ത്രി. വയോധികർക്ക് മാത്രമാണ് അങ്ങനെ ഒരു വകുപ്പില്ലാതിരുന്നത്. എന്നാൽ ഈ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് പോലെ സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ വയോധികർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണ്. നാട്ടിൽ കാരുണ്യാലയങ്ങളും അനാഥാലയങ്ങളും പെറ്റുപിരകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഇന്നലകളിൽ നമ്മളോടൊപ്പം നടന്നവർ, നമ്മളെ നയിച്ചവർ, നമുക്ക് അന്നമൂട്ടിയവർ, നമുക്ക് സംരക്ഷണം ഒരുക്കിയവർ, അവരെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം മക്കൾക്കും ചെറുമക്കൾക്കും ചേടക്കാർക്കും ഒന്നും മാത്രമല്ല ഒരു സർക്കാരിനുമുണ്ട് എന്ന് ഒരിക്കൽ കൂടി VD സതീശൻ ആണയിട്ട് ഉറപ്പിക്കുന്നു. അല്ല, ഒരു കൈയിലൂടെ വരദാനം കൊടുക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പുറത്തെ കൈ കൊണ്ട് ശിക്ഷ കൊടുക്കാനും രാവിലെ കേരളത്തിലെ ഓരോ കോൺഗ്രസ്സുകാരനും ഓരോ UDFകാരനും ആഗ്രഹിച്ചൊരു തീരുമാനം കൂടി വരുന്നു. അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഈ അന്വേഷണത്തിന്റെ ആവശ്യം എന്താണ്, ശിക്ഷ എന്നുകൂടി വേണമെങ്കിൽ VD സതീശൻ 100+ എന്ന് പ്രഡിക്ട് ചെയ്തതുപോലെ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പ്രഡിക്ട് ചെയ്യാം. ഞാൻ അതിന് മുതിരുന്നില്ല. രക്ഷാപ്രവർത്തകർക്ക് ഒരു പ്രത്യേക പാക്കേജ് ഒരുക്കുന്നുണ്ട് VD സതീശൻ. അത് സുനാമി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കല്ല, പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കല്ല, ലാൻഡ് സ്ലൈഡിങ്ങിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്കല്ല. നവകേരള സദസ് എന്ന പേരിൽ ഒരു തീട്ടവണ്ടിയുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുഖ്യനും പരിവാരങ്ങളും 112 വണ്ടിയുടെ എസ്കോട്ടും ഒക്കെ ആയി യാത്ര ചെയ്തപ്പോൾ അതിനെതിരെ ഈ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, വലിയ മാടമ്പികളെയും വലിയ ബിസിനസ്സുകാരെയൊക്കെ വിളിച്ചിരുത്തി അണ്ടിപ്പരിപ്പരിച്ച് ചേർത്ത ചിക്കൻ കറിയും സ്റ്റൂവും ഒക്കെ വിളമ്പി വലിയ സദ്യ ഒരുക്കിയപ്പോൾ അതിനെതിരെ പ്രതിഷേധം അറിയിക്കാൻ കേവലം ഒരു കരിങ്കൊടിയുമായി പാഞ്ഞെടുത്ത ഇവിടുത്തെ UDFന്റെ ചുണക്കുട്ടികളെ, യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളെ ചെടിച്ചട്ടി കൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അടിച്ചൊടിച്ച് പോലീസുകാർ അതിനെ വർദ്ധിക്കുന്നതിന് കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി അവർ സംരക്ഷണം ഒരുക്കണം, അവരെ തടയണം, പിടിച്ചുകൊണ്ടു പോകണം. അല്ലാതെ നടുറോഡിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലിട്ട്, ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലിട്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഗൺമാൻ അടക്കമുള്ളവർ
പോലീസ് പ്രോട്ടോകോളിലൊന്നും പറയാത്ത ലാത്തി എന്ന് വിളിപ്പേരുള്ള വലിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചും ചെടിച്ചട്ടി ഉപയോഗിച്ചും തല തല്ലിപ്പൊളിച്ച കേസ് വീണ്ടും അന്വേഷിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് വരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അതിനുള്ള ഉത്തരവിറക്കും. ഇതാ പുതിയൊരു അന്വേഷണ സംഘം വരുന്നു. അന്വേഷിക്കുന്നത് UDF സർക്കാരിന്റെ പോലീസാണ്. വി.ഡി. സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പോലീസാണ്. ഒരു പ്രത്യേക അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം വരുന്നുണ്ട്. നിങ്ങൾ അന്ന് തല്ലിച്ചതച്ചവൽ ഒരാൾ ഇന്ന് ഭരണപക്ഷത്തെ MLA ആണ് സാർ. A.D. തോമസ് എന്നാണ് അയാളുടെ പേര്. അയാൾ രേഖാമൂലം പരാതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കും സമർപ്പിക്കും. അന്വേഷണമുണ്ടാകും. അന്വേഷണത്തിന് അവസാനം തല്ലിച്ചതച്ച പൊന്മോൻ പ്രതിപക്ഷ നേതാവിന്റെ ഗൺമാനാകാൻ ലിസ്റ്റിൽ പേരുള്ളവനായാലും ഏത് പാർട്ടി ഗ്രാമത്തിൽ പോയി ഒളിച്ചാലും കേരള പോലീസ് തൂക്കുക തന്നെ ചെയ്യും. സർവീസിൽ ഉണ്ടാകില്ല. അയ്യോ, പ്രവചനമായി പോയോ? ഇല്ല, പ്രവചനമല്ല. ഏകദേശം ഇപ്പോ എന്താണെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കും, ഉറപ്പായും സ്വീകരിക്കും. അതിനേക്കാൾ ഉപരി ഇന്ന് മുതൽ ഒരു വിചാരണ ആരംഭിച്ചിട്ടുണ്ട്. KSUവിന്റെ ഇന്ദ്രനീല പുൻപതാക പിടിച്ചതിന്റെ പേരിൽ, കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ, യൂത്ത് കോൺഗ്രസുകാർക്ക് ആവേശമായതിന്റെ പേരിൽ വഴിയരികിൽ കൊല ചെയ്യപ്പെട്ട ഷുഹൈബ്, ഓരോ കോൺഗ്രസുകാരൻ്റെയും ഉള്ളിലെ നെഞ്ചിടിപ്പായി തീയായി മാറിയ ഷുഹൈബിന്റെ ഓരോ ഓർമ്മദിനങ്ങളിലും ചങ്കുപൊട്ടാതെ 10 വർഷവും കഴിഞ്ഞ 10 വർഷവും ഓരോ യൂത്ത് കോൺഗ്രസുകാരനും ഓരോ നേതാവും കണ്ണേ കരളെ ഷുഹൈബേ എന്ന് വിളിച്ചിട്ടുണ്ട്. ഷുഹൈബ് ചെയ്ത തെറ്റ് താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മളുടെ ഏറ്റവും ആവേശം ജനിപ്പിക്കുന്ന കണ്ണൂരിന്റെ സിംഹം കെ സുധാകരന്റെ കണ്ണുകൾ പലപ്പോഴും ഷുഹൈബിന്റെ പേര് പറയുമ്പോൾ നനയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഷുഹൈബ് വധക്കേസിലെ വിചാരണ അധികാരത്തിന്റെ മറ പിടിച്ചുകൊണ്ട് 10 വർഷക്കാലം സംസ്ഥാന സർക്കാർ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ സർക്കാരിന്റെ അഭിഭാഷകരെ വെച്ച് തടസ്സം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ആ സർക്കാർ മാറിയിരിക്കുന്നു. UDF സർക്കാർ, ഷുഹൈബ് സ്വപ്നം കണ്ടതുപോലെ ഒരു സർക്കാർ, കൃപേഷും ശരത്ലാലും സ്വപ്നം കണ്ടതുപോലെ ഒരു സർക്കാർ, VDS സർക്കാർ, UDF സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നു. ഇനി കളി മാറും. ഷുഹൈബിന്റെ രക്തത്തിന് നിയമം കൊണ്ട് മറുപടി പറയും UDF. അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചില പേഴ്സണൽ റിവഞ്ചുകൾ കൂടിയുണ്ട്. ജി സുധാകരൻ പ്രോട്ടേം സ്പീക്കർ ആകുകയാണ്. അത് UDFനെ സംബന്ധിച്ച് ഈ CPM കൊടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ CPM പാളയത്തിൽ നിന്നും വന്നിട്ടൊരാൾ, ഒരു ക്രെഡിബിലിറ്റി ഉള്ളൊരു നേതാവായിരുന്നു ജി സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുന്നപ്പോൾ നമുക്കറിയാം KK രമയുടെ പേരുകൾ വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രോട്ടേം സ്പീക്കറായിട്ട് ജി സുധാകരനെ വെച്ചത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു മധുര പ്രതികാരം തന്നെയല്ലേ? അല്ല, ഉറപ്പായും അത് തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം UDF സംവിധാനത്തിനുള്ളിലേക്ക് വന്നിട്ടില്ല. UDF സ്വതന്ത്രമായി മത്സരിച്ച ആളാണ്. KK രമ മന്ത്രിസ്ഥാനം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരൊക്കെ ഉറപ്പായും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതിലൊക്കെ മധുര പ്രതികാരത്തിന്റെ കഥയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. വി.ഡി. സതീശന്റെ ചിരിയിൽ എല്ലാം നേടിയവന്റെ ചിരിയല്ല, ചിലതൊക്കെ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളവന്റെ ചിരിയാണ് വി.ഡി. സതീശൻ. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ചില ടാർഗറ്റുകളുണ്ട്. ആ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതനുസരിച്ച് എല്ലാവർക്കും അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും, നിങ്ങൾ അതിന്റെ ഉപഭോക്താക്കളായിരിക്കും. അതായത് ഓരോ കക്ഷികൾക്കും ഓരോ ടാർഗറ്റ് കൊടുക്കുകയാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ എന്ന് പറയുന്നത് നേതാവിനപ്പുറത്തേക്ക് ഒരു വീക്ഷണമുള്ളൊരു ഇന്റലിജന്റ് മാൻ, അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉപമിക്കാം. ഉറപ്പായിട്ടും രാഹുൽ, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച. ഇന്ന് തിരുവനന്തപുരത്തെ സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ സാക്ഷിയായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം, കണ്ണേകരളെ VDS എന്ന മുറവിളികൾക്ക് ശേഷം, വയനാട്ടിൽ ദുരന്തഭൂമിയിൽ വീട് നൽകിയപ്പോൾ നിങ്ങൾ കൂകിവിട്ട ഒരു MLA മന്ത്രിയാകുന്നത് കൺകുളിർക്കെ കണ്ട ഒരു ജനതയ്ക്ക് ശേഷം, കേരളത്തിന്റെ നിയുക്ത പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് പറന്നിറങ്ങിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് KK രാഗേഷിന്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്തുതിപാഠക വൃന്ദം ഇപ്പോഴും സ്തുതി പാടാനുള്ള ശ്രമത്തിലാണ്. അതിലൊന്നും നിങ്ങൾ വീണ് കൊടുക്കരുത് സഖാവേ. ഒരു പ്രതിപക്ഷം ആവശ്യമാണ്. 35 പേര് മാത്രമേ നിങ്ങൾക്കൊപ്പമുള്ളൂ. അതിൽ കൂടെ നിന്നവരെ ചതിച്ച പത്തനാപുരത്തെ പൗഡർ കുട്ടനടക്കമുള്ളവരുണ്ടെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. എത്ര പേർ ഈ 5 വർഷക്കാലം നിങ്ങളോടൊപ്പം നിൽക്കും എന്നുകൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. പാർട്ടിയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, യഥാർത്ഥ സഖാക്കന്മാർ നിങ്ങൾക്കെതിരെ പോരാട്ടത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു. നിങ്ങളെയും ME ഗോവിന്ദനെയും നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. അവയൊന്നും
കേൾക്കാതെ പോകരുത് ഈ സ്തുതിപാഠക വൃന്ദത്തിന്റെ ജയ്ഹോ വിളികൾക്ക് മുന്നിൽ. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കാനാണ് എത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും പലതും നേടാനുള്ളവരാകാം ഒരുപക്ഷെ ഇന്ന് കണ്ണൂർ എയർപോർട്ടിൽ നിങ്ങളെ കാണാനെത്തിയത്. സഖാവേ, മടങ്ങി വരണം. അങ്ങയുടെ പ്രായം തളരാതെ ശക്തനായ പ്രതിപക്ഷമാകണം. വി.ഡി. സതീശൻ ചില ടാർഗറ്റുകളുമായി ഇറങ്ങുന്നു. നിങ്ങൾ തമ്മിൽ പോരാടണം. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശക്തമായ പ്രതിപക്ഷമാകാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയന് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ. രാഹുലെ, സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി.ഡി. സതീശനും അദ്ദേഹത്തിനൊപ്പം ചുമതലയേറ്റ 20 മന്ത്രിമാർക്കും 140 നിയമസഭാ സാമാജികന്മാർക്കും കേരളത്തിന്റെ നിയുക്ത പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയനും അഭിവാദ്യങ്ങൾ.